വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാം. കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അവിടെ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം എല്ലാ സ്ഥലത്തും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാനിതുവരെ അങ്ങനെ ആർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാണ്ടിരുന്നിട്ടില്ല. ഞാൻ കാണുന്ന മെസ്സേജിനാലും ഞാൻ കാണുന്ന കമൻറ്റിനാലും ഞാൻ എല്ലാ സമയം ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള കുട്ടികളുണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യണതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടുള്ളൂ. സോ വീഡിയോയുടെ ടൈറ്റിൽ ഉണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നിശ്ചയം മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും ഞാൻ പറയാം, ഇതായിരിക്കും ഈ ഒരു വീഡിയോ ആയിരിക്കും എൻ്റെ ഒരു ലാസ്റ്റത്തെ വീഡിയോ. ഇതിന് ശരി ഞാനൊരു വീഡിയോ ഇടൂല എന്നല്ല, ഇതായിരിക്കും എൻ്റെ മഹാരാജാസ് കോളേജിലത്തെ UG ആൻഡ് PG 2021 അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇതായിരിക്കും. ഇനി ഇതിന് ശേഷം എന്തെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ സൈറ്റിൽ വന്നാൽ ഞാനത് അർജൻറ്റായിട്ട് എന്തായാലും ഞാനൊരു വീഡിയോ ഇട്ട് ചെയ്യാം. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു ഒന്നും ഇൻഫോർമേഷൻ എനിക്കും കിട്ടിയിട്ടില്ല പേഴ്സണലി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ട് ചെയ്തിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. എന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുള്ളതൊന്നുമല്ല, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഇതിൽ അങ്ങനെ അഡ്മിഷനൊന്നും ക്ലോസ് ആയിട്ടില്ല. UG ആയാലും PG ആയാലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേണ്. UG ആയാലും PG ആയാലും അഡ്മിഷൻ. അപ്പം ഇത് രണ്ടും UG ആയാലും PG ആയാലും ഇങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് അതെനിക്ക് തീരെ താല്പര്യമില്ല. കാരണം പറയാനുള്ളത് ഒറ്റ വീഡിയോ ആയിട്ട് ലാസ്റ്റായിട്ട് കൺക്ലൂഡ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. അതേപോലെ ഞാനിപ്പോൾ ഇത്രയും വീഡിയോസ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള UG ആയാലും PG ആയാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന UG ആയാലും PG ആയാലും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇനിയും തുടർന്നും വേണം. ഞാൻ ഈ അഡ്മിഷൻ വീഡിയോസ് നിർത്തിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാണ്ടതിരിക്കരുത്. കാരണം നിർത്താനുള്ള കാരണമൊക്കെ ഞാൻ പറയാം. അപ്പം അതേപോലെ തന്നെ വേറെ പല പല വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിലായാലും ഞാൻ ചെയ്യുന്ന കാര്യത്തിലായാലും എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ്, ചെറിയ തെറ്റായാലും വലിയ തെറ്റായാലും നിങ്ങൾക്ക് തോന്നിയാൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാം. അപ്പം നിങ്ങളുടെ കമൻറ്റ് ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. ഞാൻ അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും ആരുടെയും കമൻറ്റ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. കാരണം അങ്ങനെ നെഗറ്റീവായിട്ട് എടുത്താൽ നമുക്ക് ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ UG ആയാലും PG ആയാലും മഹാരാജാസ് കോളേജിൻ്റെ ഒരു അഡ്മിഷൻ സീരീസ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോണേണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് പറയും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. ഒരിക്കലും പകുതിയായിട്ട് അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ കണ്ടിട്ട് ഒരിക്കലും പോകരുത്. കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ആയിരിക്കും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയണത്. കാരണം ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു പേപ്പർ ഇങ്ങനത്തെ ഒരു പേപ്പറിലൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നും അല്ല ഞാനിപ്പോൾ ഈ പറയണ കാര്യമായാലും ഇതുവരെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന സമയത്ത് ഇത് പറയണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേർഡ്സും ഒരു സാധനത്തിൽ എഴുതി വെച്ചിട്ട് ഞാനതിങ്ങനെ നോക്കി അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് ആയിട്ടല്ല ഞാനിത് പറയണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു അത് റിലേറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ അടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം എന്തായാലും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മാത്രമാണ് എനിക്ക് എന്തൊക്കെ ഇനി കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഈ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ഇപ്പോൾ ഞാൻ ഭാവി ചെയ്യാൻ പോണതായാലും അതൊക്കെ എനിക്ക് ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ പറ്റണം നിങ്ങളുടെ കമൻസിലൂടെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇപ്പോൾ പറയണ കാര്യം മനസ്സിലായാലും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം UG മഹാരാജാസ് കോളേജിൻ്റെ 2021 അഡ്മിഷൻ ഒരു 2 മാസത്തിന് മുമ്പ് ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഓക്കെ ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇന്നൊരു ഡേറ്റിൽ ഇനി അടുത്തൊരു വേക്കൻസീസ് വരുമ്പോൾ ഇത്രയും കുട്ടികളുടെ പേര് ഇടുന്ന സൈറ്റിൽ ഉണ്ടാകും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ അതൊന്നും കാണാത്ത കാരണം ഞാൻ ഓക്കെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഉണ്ടാകുള്ളൂ. ആ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കൂടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. കാരണം അതിനുശേഷം അല്ലെങ്കിൽ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും അലോട്ട്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്ര അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങും, അല്ലെങ്കിൽ ഇത്രയും സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞാൽ ആ ഒരു നോട്ടീസ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല സൈറ്റിൽ. അതാണ് ഞാൻ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഉണ്ടാവുള്ളൂ ഞാൻ ആ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞത്.
പക്ഷെ ആ അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിലും എൻ്റെ സീറ്റ്സ് ഫില്ലാകാത്തത് കാരണമാണ് ഒരു ചാൻസസ് എന്നിട്ടൊരു ലിസ്റ്റ് UGയുടെ പിന്നെയും പബ്ലിഷ് ചെയ്തത്. അപ്പോഴത്തേക്കും ആ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എനിക്ക് എന്താണെന്ന് ആ ഒരു ലിസ്റ്റ്. കാരണം ആ ലിസ്റ്റിൽ ഇട്ടേക്കണ എല്ലാ കുട്ടികൾക്കും, അല്ലെങ്കിൽ ആ ഒരു ചാൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്ന ഫോണിലേക്കും എല്ലാ കുട്ടികളുടെയും ഫോണിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. ഒരു 1000 അല്ലെങ്കിൽ 1500 മേളി കുട്ടികളുടെ ഫോണിലേക്ക് അന്നത്തെ 7-ാം തീയതി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ചാൻസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഞാനൊരു കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പലരും ഒരു ഇത്തിരി ശതമാനം ആൾക്കാരാണ് അത് ഫുള്ളായിട്ടിരുന്ന് കണ്ടത്. കാണാത്ത ഇത്തിരി ശതമാനം കുട്ടികൾക്കാണ് അതിൽ നിന്ന് ഇനി പിന്നെയും കുറേ ഡൗട്ട്സ് വന്നത്. അപ്പോൾ അത് ആ ഒരു ഡൗട്ട്സ് വെച്ചിട്ട് ഞാൻ വീഡിയോ വേറെ ചെയ്തില്ല. കാരണം ഞാൻ പേഴ്സണലായിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്ത് ഞാനത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ മാക്സിമം ശ്രമിച്ചത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാനെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇപ്പോഴും അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. UGയുടെ ആയാലും PGയുടെ ആയാലും ഇപ്പോഴും ഇന്നലെയും ഇന്നും ആയിട്ട് UGക്കായാലും PGക്കായാലും കുട്ടികളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ചാൻസ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഷുവർ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ഒരു മെസ്സേജ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. എന്തായാലും ഇംഗ്ലീഷിലായിരിക്കും എല്ലാ മെസ്സേജും, ഇംഗ്ലീഷിലാണ് വന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നല്ല ഞാൻ പറയണത്. പലരും വന്ന മെസ്സേജ് കൃത്യമായിട്ട് വായിക്കാണ്ടാണ് ഇറങ്ങിത്തിരിക്കണത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് ചോദിക്കണം. എന്ന് വെച്ചാൽ എനിക്കെല്ലാം അറിയാമെന്നല്ല, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരും കൃത്യമായിട്ട്. അപ്പം എന്തായാലും ആ മെസ്സേജ് വന്നതായാലും അല്ലെങ്കിൽ ഒരു ഫോൺ വന്നതായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോഴായാലും നിങ്ങളെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. കാരണം ആ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും നമ്മൾ എന്തൊക്കെയാണ് ഫർദറായിട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇന്നലെയും ഇന്നുമായിട്ടും ഈ UGയുടെ ആയാലും PGയുടെ അഡ്മിഷൻ അത് ഞാൻ പറയാം. PGയുടെ കാര്യം ഞാൻ പറയാം. UGയുടെ കാര്യം ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം PGയുടെ ഞാൻ പറഞ്ഞു തുടങ്ങാം. എന്ന് വെച്ചാൽ ഇന്നലെയും അവർ 7-ാം തീയതി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 7-ാം തീയതി നല്ല തിരക്കായിരുന്നു കോളേജിൽ. കാരണം ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ അഡ്മിഷൻ്റെ ഈ ഒരു ചാൻസ് ലിസ്റ്റിൻ്റെ ആ ഒരു ഇതും അന്നായിരുന്നല്ലോ. അപ്പം അന്ന് കുറേ ഈ അഡ്മിഷന് വേണ്ടി തന്നെ 2000 പിള്ളേരൊക്കെ തന്നെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലും 500 മേളിൽ പിള്ളേരായിരുന്നു പല പല ഡിപ്പാർട്ട്മെൻറ്റിലും റിപ്പോർട്ട് ചെയ്തത്. അപ്പം അത് ആ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. മഹാരാജാസിൽ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കണ കുട്ടികൾ 1-2 കുട്ടികളല്ല കേരളത്തിലുള്ള പല പല ജില്ലയിലുള്ള കുട്ടികളാണ് ആ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഞാൻ ആ ദിവസം കോളേജിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഉള്ളവരെന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കാൻ പോയവരായാലും അന്ന് ആ ദിവസം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞവരായാലും എനിക്ക് കുറേ മെസ്സേജും കുറേ റിപ്ലൈ ഒക്കെ എനിക്ക് ചെയ്ത്. അപ്പം അതിൽ ഞാൻ ഭയങ്കര സന്തോഷം. കാരണം അന്ന് പോയ ഒരു 50% കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്. അവരുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട് ആ ഒരു ദിവസം 7-ാം തീയതി. പക്ഷേ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇത്രയും കുട്ടികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും, അപ്പോൾ ഓൾറെഡി ഓക്കെ സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ടാകും. കാരണം ആ ഒരു ചാൻസ് ലിസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു 1000 അല്ലെങ്കിൽ 2000 പിള്ളേരുടെ ഫോണിലേക്കാണ് ആ ഒരു മെസ്സേജ് പോയത്. അതേപോലെ തന്നെ അത്രയും കുട്ടികൾ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യസമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ PGയുടെ UGയുടെ അഡ്മിഷൻ ഓക്കെ ആ ഒരു ചാൻസ് ലിസ്റ്റ് കാരണം എന്തായാലും കംപ്ലീറ്റ് ചെയ്യാമല്ലോ. പക്ഷേ അതിന് ശേഷം 7-ാം തീയതിക്ക് ശേഷം 8-ാം തീയതി അതേപോലെ തന്നെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറേ മെസ്സേജ് ഇതേപോലെ തന്നെ ചാൻസ് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ടും അതേപോലെ തന്നെ യു ആർ ഇൻ ഷുവർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഇന്നലെ ഇന്നുമായിട്ട് കുറേ മെസ്സേജസ് അതേപോലെ തന്നെ കുറേ കുട്ടികളുടെ ഫോണിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞില്ല ഇനി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് പല പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും. അതേപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് അടുത്ത ആഴ്ച വരും. അപ്പം അങ്ങനെ ആ യൂണിവേഴ്സിറ്റീസിലേക്ക് മാറാനും കുറേ കുട്ടികൾ നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അഡ്മിഷൻ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ആയിട്ടില്ലെന്നാണ് UGയുടെ കാര്യത്തിൽ എനിക്ക് അറിയാൻ പറ്റിയത്. സോ ഇനിയും കിട്ടാത്ത കുട്ടികൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾ എന്തായാലും ഈ ഒരു മാസവും കൂടെ വെയിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. കാരണം ഇനിയും നിങ്ങൾക്ക് ഒരു 50% ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്നത് ഇനിയും കിട്ടാത്ത കുട്ടികളായിരിക്കും. ഇനിയും മഹാരാജാസിൽ ഇനിയും പഠിക്കാൻ താല്പര്യം ഉള്ള കുട്ടികളായിരിക്കും ഇനിയും എൻ്റെ ഈ വീഡിയോ കാണുന്നത്. അപ്പം അവർക്ക് ഒരു 50% ഇനിയും ഒരിത്തിരി ഹോപ്പ് വെക്കാം. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം ഈ വീഡിയോയിലൂടെ ഞാനിത് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു മാസം വേറൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയൊന്നും പോകാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് വേറെ കോളേജിൽ അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അവിടെ ചെന്നിട്ട് അഡ്മിഷൻ താൽക്കാലികമായിട്ട് എടുക്കാം. അതിനുശേഷം മഹാരാജാസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ട്രാൻസ്ഫർ ആകാം. അതുകൊണ്ടൊന്നും
എന്താ ട്രാൻസ്ഫർ ആകാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾ എന്തായാലും കിട്ടിയ സ്ഥലത്ത് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെന്ന് റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. അതാണ് ഞാൻ പറയണത്. അങ്ങനെ ആരും ഒരിക്കലും ഇന്ന കോളേജ് വേണം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് വേണം. ശരിയാണ്, നമുക്ക് ആഗ്രഹം ഉണ്ടാകും, മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇന്ന കോളേജിൽ പോകണം എന്നൊക്കെ. പക്ഷെ പലതും അതേപോലെ തന്നെ എല്ലാം ഒത്തു വരണമെന്നില്ലല്ലോ. അപ്പൊ തൽക്കാലം എന്താ പറയുക, ഈ ഒരു മാസം കൂടെ യുജിക്കാര് വെയിറ്റ് ചെയ്യുക. ഇനിയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, ഇനിയും മഹാരാജാസ് തന്നെ വേണം അല്ലെങ്കിൽ മഹാരാജാസിൽ ഏതെങ്കിലും ഒരു കോഴ്സ് വേണം എന്ന ആഗ്രഹമുള്ള കുട്ടികളും ഈ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറൊരു കോളേജിലും പോകാണ്ട് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വേറെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും പോകണം, അവിടെ അഡ്മിഷൻ എടുക്കണം. അതിനുശേഷം ഇവിടെ ചാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ടീച്ചേഴ്സ് മെസ്സേജ് അല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. അപ്പം അങ്ങനെ ആ കോളേജിൽ നിന്ന് TC CC ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് മഹാരാജി വന്നിട്ട് അഡ്മിഷൻ എടുക്കാമേ ഉള്ളൂ. അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇപ്പം ഇതാണ് UGയുടെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇത്തിരി പേര് കഴിഞ്ഞ വീഡിയോ അത് കണ്ടിട്ട് കുറേ ഡൗട്ട് ചോദിച്ചു. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണ്ടെന്ന് തന്നെ കരുതിയിരുന്നു. കാരണം ഞാനത് കൂടുതൽ പേർക്ക് ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്ത മെസ്സേജിലൂടെ ആയാലും കമൻറ്റിലൂടെ ആയാലും ഞാൻ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ചെന്ന് ഇന്ന സമയത്ത് ആ ഒരു മെസ്സേജിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിൽ വന്ന ദിവസം നമ്മൾ കൃത്യമായിട്ട് പോകണം. അതിനുശേഷം പോയിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ആ ഒരു കൃത്യസമയത്ത് നമ്മൾ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. അത് ഞാൻ എപ്പോഴായാലും ഞാനത് പറയും. കാരണം കഴിഞ്ഞ വീഡിയോയിലായാലും എൻ്റെ ആദ്യത്തെ അഡ്മിഷൻ്റെ വീഡിയോയിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയം നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സൈറ്റിലുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം 9 മണിക്കാണ് നിങ്ങൾക്ക് റിപ്പോർട്ടിങ് സമയം എങ്കിൽ നിങ്ങൾ വന്ന ആ ഒരു സമയത്ത് വേറൊരു കുട്ടിയും വന്നിട്ടില്ല, അപ്പം നിങ്ങൾക്കാണ് ആ അഡ്മിഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ട് കുറേ കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി പേരാണ്, എല്ലാവരും അല്ല, ഇത്തിരി പേരാണ് മെസ്സേജ് ചെയ്തത്. അത് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാത്തത് കാരണമാണ് ആ ഒരു സംശയം നിങ്ങൾക്ക് പിന്നെയും വന്നത്. എന്ന് വെച്ചാലും ഇപ്പം കുറേ കുട്ടികളുടെ ഫോണിലേക്ക് ഇപ്പം ഇന്നായാലും അല്ലെങ്കിൽ ആ ഒരു 7ാം തീയതി റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട് ആ മെസ്സേജ്. അപ്പം ആദ്യം നിങ്ങൾ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ബേസിസിലല്ല നിങ്ങൾക്ക് അവിടെ ആദ്യം അഡ്മിഷൻ കിട്ടണത്. കാരണം ഇപ്പം നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു 10 പേര് അതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം റിപ്പോർട്ട് ചെയ്താൽ ഓക്കെ, അവരെയും കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ഈ 10 പേര് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആ ദിവസം 10 പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇത്രയും പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ചെയ്ത സമയമല്ല അവർ നോക്കുകയുള്ളൂ. അത് എൻ്റെ അഡ്മിഷൻ സമയത്തായാലും ഇപ്പം എവിടെ അഡ്മിഷൻ നടക്കണമെങ്കിലും ഇങ്ങനത്തെ ഒരു സമയം നമ്മളവിടെ ആദ്യം ഓടി കയറി ചെന്നിട്ട് അല്ലെങ്കിൽ രാവിലെ 8 മണിക്കാണെങ്കിൽ രാവിലെ ഒരു 6 മണിക്ക് അവിടെ ചെന്ന് നിന്നിട്ട് ആ ഒരു നേരത്തെ എത്തണം. അത് ശരിയാണ്, നേരത്തെ എത്തണം. പക്ഷെ ആ ഒരു നേരത്തെ എത്തി ഇപ്പം ഞാനിവിടെ ആദ്യം എത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കാര്യമില്ല. കാരണം ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വന്ന പോലെ തന്നെ നിങ്ങളുടെ പുറത്തുള്ള റാങ്കിലത്തെ കുട്ടികളുടെ ഫോണിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങളുടെ താഴത്തുള്ള റാങ്കിലത്തെ കുട്ടികളുടെ ഫോണിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ടാകും. അപ്പം ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ബാക്കിയുള്ളവരും ആ സമയത്ത് എത്തും. അപ്പോൾ ഈ ഒരു ഇത്രയും പേരുടെ ഒരു 10 പേര് ആ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 പേരുടെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റാങ്ക് അല്ലെങ്കിൽ ആ 10 പേര് എത്തിയിട്ടുള്ള 10 പേരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്കും ഏറ്റവും കൂടുതൽ റാങ്കുള്ള ആ ഒരു ബേസിസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇപ്പം നിങ്ങളുടെ റാങ്ക് ആ വന്നേക്കണ കുട്ടികളിൽ ഏറ്റവും താഴത്താണെങ്കിൽ ആ പൊക്കത്ത് ആ 10 പേരുണ്ടെങ്കിൽ ആദ്യത്തെ ആൾക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടണം. ആ ഒരു ചാൻസ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു ചാൻസ് മെസ്സേജിലുള്ള അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഒരിക്കലും അതൊരു സ്പോട്ട് അഡ്മിഷൻ അല്ല. അത് ഈ ഒരു ചാൻസ് ലിസ്റ്റ് തെറ്റിദ്ധരിച്ചിട്ട് കുറേ കുട്ടികൾ വെച്ചിട്ട് എന്താ സ്പോട്ട് അഡ്മിഷൻ ആണോ അല്ലെങ്കിൽ ഇനി എപ്പോഴായിരിക്കും സ്പോട്ട്, ഇതൊരു സ്പോട്ട് അഡ്മിഷൻ അല്ല. സ്പോട്ട് അഡ്മിഷൻ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്ന് വെച്ചാൽ കുറേ എന്ന് പറഞ്ഞാൽ കുറേ സ്പോട്ടാണോ ഇനി എപ്പോൾ ഉണ്ടാവും, സ്പോട്ടിങ് എപ്പോൾ ഉണ്ടാവും, PG സ്പോട്ട് UG സ്പോട്ടിങ് എപ്പോൾ ഉണ്ടാവും. ഇത് ഒരു സ്പോട്ട് അഡ്മിഷൻ അല്ല, ഒരു ചാൻസ് ലിസ്റ്റിംഗ് ഒരു വെയിറ്റിംഗ് ലിസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എത്തണ ബേസിസിലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
1 മണിക്കൂർ കഴിഞ്ഞെത്തി അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കഴിഞ്ഞെത്തി. അപ്പൊ പിന്നെ അവിടെ എത്തിയിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം അത്രയും കുട്ടികൾ അവിടെ നേരത്തെ ഒന്ന് നിൽക്കണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു കുട്ടികൾക്ക് അത് കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു സ്പോട്ട് അഡ്മിഷൻ അല്ല. എന്ന് വെച്ചാൽ ആ ഒരു റാങ്ക് ബേസിസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് മാർക്ക് ബേസിസ് എന്താ നോക്കിയിട്ടാണ് അഡ്മിഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. അല്ലാണ്ട് ഒരിക്കലും നമ്മളവിടെ ആദ്യം എത്തി അല്ലെങ്കിൽ അവിടെ വേറെ ആരും ഇല്ല ആ ഒരു ഇതിലല്ല കിട്ടണത്. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക UG പിള്ളേര്. അപ്പൊ ഇത്രയൊക്കെയാണ് യുജിയുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ PGയുടെ ഞാൻ പറയാം. PGയുടെ എന്ന് പറഞ്ഞാലും കുറേ പേർക്ക് ഇപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല സംശയമായിട്ടിരിക്കണേയിരിക്കും, ഭയങ്കര ടെൻഷനായിട്ടിരിക്കണേയിരിക്കും. സംശയവും ടെൻഷനും എല്ലാം ഉണ്ടാവും. ശരിയാണ്, സ്വാഭാവികം. കാരണം ഇതുവരെ അങ്ങനെ PGയുടെ ഒരു അപ്ഡേറ്റും അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റും അല്ലെങ്കിൽ ഒരു ലിസ്റ്റും അല്ലെങ്കിൽ ഒരു നോട്ടീസും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം UGയുടെ പോലെയല്ല PG. കാരണം സീറ്റ്സ് കുറവായത് കാരണം അവരെന്താ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്ത് നമ്മളെ അറിയിക്കും, നിങ്ങൾ ഷുവർ ലിസ്റ്റിലാണ്, നിങ്ങൾ ഇന്ന ദിവസം വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം, ഡോക്യുമെന്റ്സും പാരൻസ് ഒക്കെ വേണമെന്ന് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ PGയുടെ അഡ്മിഷൻ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. ഇപ്പോഴും ഇന്നലായാലും ഇന്നായാലും എന്താ ഇത്തിരി കുട്ടികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, എന്താ തിങ്കളാഴ്ച പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുവരെ എന്താ PGയുടെ അഡ്മിഷനും ക്ലോസ് ചെയ്തിട്ടില്ല. അവരും ഈ ഒരു മാസം വെയിറ്റ് ചെയ്യണം. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റിലത്തെയും PGയുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് ഒരു വിവരം കിട്ടിയത്. അപ്പം ആ PG പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത് എനിക്ക് ഇത്രയാണ്. നിങ്ങൾ ഇത്തിരി ഈ ഒരു മാസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹാരാജാസ് അല്ലെങ്കിൽ ഈ ഒരു കോളേജ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മാത്രമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. PG പിള്ളേരുടെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ PGയുടെ അങ്ങനെ ഒരു 2 വീഡിയോ ചെയ്തിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത്രയും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. കാരണം UG പിള്ളേരുടെ പോലെ അല്ലല്ലോ നിങ്ങൾ. എനിക്ക് ഇത്രയെങ്കിലും UGക്ക് അഡ്മിഷൻ എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കാരണമാണ് ഞാനത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത്. കാരണം പറയാനും കൂടുതലും നോട്ടീസോ അല്ലെങ്കിൽ കൂടുതൽ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഈ അലോട്ട്മെന്റ് ലിസ്റ്റോ അങ്ങനെ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ആകെ ഒരു ചാൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് മാത്രമാണ് PG 2021 മഹാരാജാസിൽ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിനുശേഷം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് വന്നെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും. അപ്പം എനിക്കിപ്പം മനസ്സിലായേക്കണത് അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല അല്ലെങ്കിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല PGയുടെ. അതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേന്ന്. അപ്പം ഈ ഒരു മാസവും കൂടെ ഉണ്ടാകും. കാരണം UGയുടെ പോലെയല്ല. UGയുടെ ഇപ്പം ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 മാസം ആകാറായി. പക്ഷെ PGയുടെ ഒരു 1.5 മാസത്തിൻ്റെ അടുത്ത് ആയിട്ടുള്ളൂ. ഇപ്പം ആപ്ലിക്കേഷനൊക്കെ രജിസ്റ്ററിങ്ങും അതേപോലെ തന്നെ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണത്. അപ്പം എന്തായാലും ഈ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മഹാരാജാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് പറയണല്ല. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കോളേജിലായാലും അതേപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം മഹാരാജാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് TC ആയാലും ട്രാൻസ്ഫർ ആയാലും കിട്ടും. അതിനുശേഷം ഇവിടെ കിട്ടിയാലും ഇവിടെയും വരിക. PGയുടെ ആയാലും അങ്ങനെ പുതിയൊരു അപ്ഡേറ്റ് ഇല്ല. അതേപോലെ തന്നെ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ PG അഡ്മിഷനായിട്ട് ഈ ഒരു 2 ആഴ്ചയൊക്കെ കുറേ കുട്ടികൾ ചോദിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു സെയിം കാര്യം തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് വന്ന ദിവസം എന്താ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു പിറ്റേ ദിവസം പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം, ഡോക്യുമെന്റ്സും പാരൻസും ഒക്കെ ആയിട്ട്. അങ്ങനെ PGയുടെ അങ്ങനെ ചാൻസ് ഒന്നും കണ്ടായിരിക്കില്ല മെസ്സേജ്. PGക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഷുവർ എന്ന് തന്നെ പറഞ്ഞിട്ടായിരിക്കും. എനിക്ക് ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ മെസ്സേജ് പോയിട്ടില്ല ഒരു കുട്ടിയുടെ ഫോണിലേക്ക്. ഷുവർ ആണെങ്കിൽ എന്താ ഷുവർ എന്ന് തന്നെ ആയിരിക്കും ആ ഒരു മെസ്സേജ് പോണത്. അപ്പം അതാണ് PGയുടെയും UGയുടെയും ഒരു അപ്ഡേറ്റ്, ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് UGയുടെ PGയുടെ ഞാൻ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ്റെ ഒരു കൺക്ലൂഡ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത്. ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്നും പറയാനില്ല. ഇപ്പം യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു നോട്ടീസ് ഉണ്ടാകും. ഇംഗ്ലീഷിലായാലും ഒരു മലയാളത്തിലായാലും നമുക്ക് ഇന്നൊരു നോട്ടീസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിലിങ്ങനെ കിടക്കണ്ടാകും. എന്താ ഇത്രയും അലോട്ട്മെന്റ് ഉണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്, അതിനുശേഷം എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ആദ്യത്തെ അലോട്ട്മെന്റിൽ എന്താ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മെസ്സേജ് വരും. അതിനുശേഷം നമുക്ക് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാകും.
ഒരു ഫസ്റ്റ് മുതൽ ഏറ്റവും ലാസ്റ്റ് വരെ അഡ്മിഷൻ തീരണ വരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ വരെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും അങ്ങനെയാണ് ആ ഒരു എന്താ പറയുക ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറുള്ളത്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി, ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ മഹാരാജാസിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കുഴപ്പമല്ല, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കുഴപ്പമാണ്. അതെന്തായാലും എനിക്ക് പറയണമല്ലോ, കാരണം ആരെ അങ്ങനെ നമ്മളെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒരു പ്രോസസ്സ് നല്ലതാണ് കംപ്ലീറ്റ്ലി ഞാനതങ്ങനെ സപ്പോർട്ട് ചെയ്യൂല. കാരണം എനിക്ക് എന്ന് വെച്ചാൽ ഈ ഒരു 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണമാണ് ഞാനിപ്പോൾ ഇതിരുന്ന് പറയണത്. പക്ഷെ നിങ്ങളിപ്പോൾ പുതുതായിട്ട് അവിടെ വന്ന് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്ക് ഇത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആയാലും നമുക്ക് ഇത്രയും ഉണ്ടാകും, കാരണം അതിന് ശേഷം എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ, ഒരു സപ്ലിമെൻ്ററി കഴിഞ്ഞു അല്ലെങ്കിൽ അഡ്മിഷൻ ഫുൾ ക്ലോസ് ചെയ്തു, സീറ്റ്സ് ഫില്ലായി എന്ന് യൂണിവേഴ്സിറ്റീസിൽ കൃത്യമായിട്ട് ആ ഒരു സൈറ്റിൽ നമുക്ക് ഉണ്ടാകും. ഇപ്പം ഇത്രയും ഇതിന് ക്ലാസ് തുടങ്ങും അല്ലെങ്കിൽ അഡ്മിഷൻ ഒരു ക്ലോസിങ് അപ്പം ആകണ വരെ നമുക്കൊരു ഡീറ്റെയിൽ നമുക്ക് ആ ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലെടുത്ത് നോക്കിയാലും നമുക്കത് കിട്ടും. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. കേരളത്തിൽ, ഇന്ത്യയിൽ നോർത്തിലും സൗത്തിലൊക്കെ ആണെങ്കിൽ അവരുടെ ലാംഗ്വേജിൽ, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ടാകും ആ ഒരു നോട്ടീസ്. നമുക്ക് വായിക്കാൻ അറിയണവരാണെങ്കിൽ എന്തായാലും നമുക്കത് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ പല പല യൂട്യൂബിലത്തെ വീഡിയോ, ഇപ്പം എൻ്റെ വീഡിയോ എടുത്ത് നോക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഇതൊരു കൃത്യമായിട്ട് ഈ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ മഹാരാജസിൻ്റെ ഇപ്പം ഈ ഒരു 2021 ഒരു അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ഇതിനെപ്പറ്റി ഞാനിപ്പോൾ ഇത്രയും വീഡിയോ ചെയ്തു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണമാണ് ഞാൻ ആദ്യത്തെ വീഡിയോ മുതൽ പറയണതാണ്. എൻ്റെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് കാരണം ഞാൻ വീഡിയോസൊക്കെ ചെയ്യണത്. അപ്പം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ആൻഡ് കൃത്യമായിട്ടുള്ളൊരു എൻഡിങ് നോട്ടിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും. പക്ഷേ മഹാരാജാസിൽ ആ ഒരു എൻഡിങ് ഇത്രയും അഡ്മിഷൻ ക്ലോസിങ് ഇന്ന ഡേറ്റിനാണ് അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് ഇന്ന ദിവസമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ UGക്കും ഇത്രയും 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞൊരു ചാൻസ് ലിസ്റ്റും വന്നു. ഇതിൻ്റെ ഒന്നും യാതൊരു ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ആ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിന് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ആ ഒരു ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തത്. പക്ഷെ അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതും തേർഡ് അലോട്ട്മെന്റ് വന്നതും ഈ ഒരു ചാൻസ് ലിസ്റ്റ് വന്നതും, അതേപോലെ തന്നെ ഈ ഒരു ചാൻസ് ലിസ്റ്റിലുള്ള കുട്ടികളുടെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടും യാതൊരുവിധ യാതൊരുവിധ ഒരു PDF അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും ആ ഒരു സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം എനിക്കും ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യണ ആളായത് തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കൊരു വലിയ കൺഫ്യൂഷനാണ്. എനിക്ക് കൺഫ്യൂഷൻ വന്ന് ഞാൻ അതിൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഹെൽപ്പ് ഡെസ്കിൽ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്യും. അവർ എനിക്ക് ക്ലിയർ ചെയ്ത് തരും. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള എല്ലാ കുട്ടികളും എല്ലാവർക്കും ഇതങ്ങനെ കൃത്യമായിട്ട് അറിയണമെന്നില്ലല്ലോ. കാരണം ആ ഒരു സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല, ഈ ഒരു ഡേറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇത്രയും ഡേറ്റിലൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത്ര അലോട്ട്മെന്റ് ഉണ്ട്, അതിനുശേഷം ഒരു ചാൻസ് ലിസ്റ്റിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ആ സൈറ്റിൽ ഇല്ല. അപ്പം അത് ഒരു സ്വാഭാവികമായിട്ട് ഒരു ഫോൾട്ടാണ്. അത് ശരിക്കും കോളേജുകാർ അത് ശ്രദ്ധിച്ച് ഇതൊക്കെ ഒരു നല്ലൊരു കാൽക്കുലേഷനിലോട് കൂടി തന്നെ ചെയ്യണം. പക്ഷെ അത് കാണാത്തത്, നമ്മളെത്ര കോളേജിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഞാനതവിടെ പഠിച്ചതാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ്മാരെ അങ്ങനെ കുറ്റം പറയാനല്ല, അല്ലെങ്കിൽ അവർക്കും വല്ല തെറ്റുപറ്റി പോയതായിരിക്കും. പക്ഷെ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ടാൽ ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ ആ സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ എടുത്ത് നോക്കിയാലും ഇതൊക്കെ തന്നെയാണ്, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കണത്. അപ്പം അതെനിക്കൊരു വലിയൊരല്ല ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പം എന്തായാലും ഞാനത് പറയണം എന്ന് കരുതി. കാരണം ഞാനിപ്പോൾ ഇത്രയും വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുള്ളൂ ഈ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. ഇതിന് ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാൻ എന്തായാലും ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. UGയുടെ ആയാലും PGയുടെ ആയാലും അഡ്മിഷനെ പറ്റിയിട്ട്. ഇതുവരെ അഡ്മിഷൻസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. സോ വെയിറ്റ് ചെയ്യുക, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയം. ഞാൻ ഈ വീഡിയോ ഉച്ച മുതൽ ഷൂട്ട് ചെയ്യാൻ ഇരിക്കണതാണ്. പക്ഷേ ഈ മഴ കാരണം ഒരു രക്ഷയില്ല. ജനാലയൊക്കെ അടച്ചിട്ടാലും നല്ല മഴയുടെ ശബ്ദം. അത് കാരണം
അത് മ്യൂട്ട് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഒരു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പം കുറിച്ചിട്ട് ഷൂട്ട് ചെയ്യാനിരുന്നത് ഇപ്പം കണ്ട സമയം 4:30 കഴിഞ്ഞ്. ഇപ്പോഴാണ് ഷൂട്ട് ചെയ്ത് കഴിയണം. അപ്പം എന്തായാലും അതിൻ്റെ പേരുള്ള സമയം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഇത്രയും നിങ്ങൾ കണ്ടതിൽ നിന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ നിങ്ങൾക്ക് തോന്നിയാൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അവിടെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം എല്ലാ സ്ഥലത്തും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ് ആൻഡ് ബൈ.